2026 നായന്മാർ ചിന്തിക്കുന്നിടത്തേക്ക് ഈഴവന്മാർ ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ ഈഴവന്മാരും നായന്മാരും അകന്ന് നിൽക്കട്ടെ, അതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ബെനിഫിറ്റ് കിട്ടണം എന്ന താല്പര്യമാണ് ഇതിൻ്റെ പിന്നിൽ എന്നും പറയുന്നു. ശരിയാണ്? അത്തരം പിക്ചറുകൾ വരയ്ക്കുന്നതിന് ഒട്ടും മോശമല്ല അദ്ദേഹം. സരിതയെ വെച്ചിട്ടാണ് നീ മന്ത്രിയായത് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. ഹൈലി ഡിഫോമേറ്റീവാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് BJPക്ക് ഇവിടെ കളമൊരുക്കാനുള്ള, അല്ലെങ്കിൽ BJPയുടെ വിടുപണിയാണ് വെള്ളാപ്പള്ളി ചെയ്യുന്നത് എന്നും ചിലർ പറയുന്നുണ്ട്. അതിനോട് യോജിപ്പുണ്ടോ? അല്ല, അദ്ദേഹം എപ്പോഴും ഡബിൾ റോളാണ് കളിക്കുന്നത്. ഇവരെയൊക്കെ വിശ്വസിക്കുന്ന അണികളാണ് മണ്ടന്മാർ. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വളരെ വിശ്വസ്തനാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അവർ തമ്മിലിപ്പം അടയും ചക്കരയും എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ അതേ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പിണറായി വിജയൻ മന്ത്രിസഭയിൽ ഒരു പ്രമുഖനായ മന്ത്രി, ടു ബി പ്രിസൈസ് KB ഗണേഷ് കുമാർ, അദ്ദേഹത്തിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ പോലും നടത്തുന്നു. എന്താ സംഭവിക്കുന്നത് ശരിക്കും? ഇത് പണ്ട് മുതലേ നടേശൻ മുതലാളിയുടെ ഒരു സ്വഭാവമാണ് ഈ NSSകാരെ ഒന്ന് ചൊറിയുക. ഇത് ഈ പാകിസ്ഥാൻ ഇന്ത്യയെ ചൊറിയും പോലെയാണ്. പാകിസ്ഥാനിലെ ആര് പ്രധാനമന്ത്രി ആയാലും പ്രസിഡൻ്റ് ആയാലും പട്ടാള മേധാവി ആയാലും ഇന്ത്യക്ക് ഒരു അടി കൊടുക്കണം, ഇന്ത്യക്ക് എന്തെങ്കിലും ഒരു കൊട്ട് കൊടുക്കണം, എങ്കിലേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അത് ഇനിയിപ്പം ജയിലിൽ കിടക്കുന്ന ഇമ്രാൻഖാൻ ഇറങ്ങി വന്നാലും ഇത് തന്നെയാണ് അവസ്ഥ. ഒരു കൊട്ട് കൊടുത്തില്ലെങ്കിൽ അവിടെ ജനങ്ങളുടെ ഒരു പിന്തുണ കിട്ടില്ല. ഇത് SNDPക്ക് ഈ പ്രശ്നമുണ്ട്. SNDPയിലെ പഴയ പ്രമാണിമാർക്ക് ഈ നായന്മാരെന്ന് പറഞ്ഞാൽ അത്ര പിടിക്കില്ല. അപ്പം നായർക്കൊരു കൊട്ടടക്കി കൊടുത്തുകൊണ്ടിരുന്നില്ലെങ്കിൽ അത്ര സുഖം പോരാ. ഇത് നായന്മാരോടുള്ള SNDPയുടെ അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ ഒരു വിരോധമാണോ, അതോ KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തിയുടേതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താങ്കൾ പറയും ഒരു ജാതി വിരോധമാണ്. രണ്ടുമുണ്ട്. അത് ഞാൻ പറയാൻ വരുന്നത് അതാണ്. അതായത് ഒന്നാമത്തെ പ്രശ്നം ഇപ്പോൾ NSS SNDP ഐക്യം പോലെ ഈ അയ്യപ്പ സംഗമത്തിന് ശേഷം വന്നത്, അതിൽ സൂഹിക്കാത്ത കുറച്ച് പേരുണ്ട്. NSSലും കുറച്ചുണ്ട്, അതിനേക്കാൾ കൂടുതൽ SNDPയിലുണ്ട്. അപ്പോൾ SNDPക്കാർക്ക് പൊതുവെ ഈ NSSകാരോടൊരു പുച്ഛം നിലനിർത്തി പോരുന്നത് ഒരു സ്വഭാവമാണ്. അങ്ങനെ നിലനിർത്തുന്നതാണ് അവരുടെ സംഘടനയ്ക്ക് എപ്പോഴും നല്ലത്. എപ്പോഴും ഒരു എതിരാളി വേണമല്ലോ, ഒരു നല്ല എതിരാളി ഒരു സംഘടനയുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. അങ്ങനെ കണ്ടുവച്ചിരിക്കുന്ന ഒരു എതിരാളിയാണ് NSS. അപ്പോൾ ഈ ഐക്യം വന്നപ്പം അതിൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുറച്ച് പേരുണ്ട്. അപ്പോൾ അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാനും, പിന്നെ ഈ ഗണേഷ് കുമാർ പല വിഷയങ്ങളിലും ചാടിക്കേറി ഒന്ന് ഷൈൻ ചെയ്യുന്നതായിട്ട് ഒരു മോശം ഇമേജ് ഇപ്പോൾ സമൂഹത്തിൽ നിൽക്കുകയാണ്. ഡ്രൈവറുടെ മേൽ ചാടിക്കയറുന്നു, പിന്നെ അവിടുത്തെ KSRTCയിലെ സ്റ്റാഫിൻ്റെ മേലൊന്ന് ചാടിക്കയറുന്നു. ഇങ്ങനെയൊക്കെ നിൽക്കുന്നു. പിന്നെ ഏത് വിഷയം കിട്ടിയാലും RTO വിഷയം വന്നാൽ അതിലൊന്ന് ഷൈൻ ചെയ്യാനായിട്ട് 10 വണ്ടിയും കൊണ്ടിട്ടൊരു പരിപാടി. അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിന് ഒരു ചീപ്പ് പോപ്പുലാരിറ്റി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്ന ഒരു സന്ദർഭത്തിൽ ഒരു ചവിട്ട് കൊടുക്കുന്നതിന് കുറച്ചുകൂടെ ബലം കിട്ടും എന്നും വെള്ളാപ്പള്ളി നടേശനെ പോലുള്ളൊരു കുശാഗ്ര ബുദ്ധിക്കാരന് തോന്നാം. ശരി, ഓക്കെ. നമ്മൾ ഇതിനു മുൻപും ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തന്നെ ഇത്തരത്തിലുള്ള പല ഡയലോഗുകളും അടിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ നിന്ന് കാണുന്ന രാഷ്ട്രീയ ഗോഗോവിളികൾക്കപ്പുറത്തേക്ക് കുറച്ചുകൂടി പേഴ്സണലായിപ്പോയി. അതായത് നിൻ്റെ തന്ത ഇദ്ദേഹം അല്ലടാ എന്ന് പറയാതെ പറയുന്ന, നിങ്ങൾ വേണമെങ്കിൽ അങ്ങനെ തന്നെ എഴുതിക്കോളൂ എന്ന് ഒരു ഒരു നിഷേധിയുടെ സ്വഭാവത്തിൽ സംസാരിക്കുന്ന തരത്തിലേക്ക് പോയി. എന്താ ഇപ്രാവശ്യം മൂർച്ച ഇത്രയധികം കൂടാൻ കാര്യം? അതിൽ അദ്ദേഹത്തിന് സംശയമുണ്ട്. പിണറായി വിജയൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഈ ഗണേശനിൽ നിന്നും വരാമോ? അപ്പോൾ അവിടെ ഒരു ചവിട്ടും അത്യാവശ്യമാണ്. അത്തരൊരു ചവിട്ടും കൂടെ കൊടുത്തേക്കാം. എന്തിനാണ് നമ്മളൊരു സംശയമിട്ട് നമ്മൾ മുന്നോട്ട് നിൽക്കുന്നത്? കാരണം ഇലക്ഷൻ വരുന്നു, അതിനു മുമ്പായിട്ട് നമുക്ക് പല പ്രശ്നങ്ങളും തീർക്കാനുണ്ട്, പല നേട്ടങ്ങളും നേടാനുണ്ട്. അപ്പോൾ അത് വിഹിതം വയ്ക്കുമ്പോൾ NSSന് കൊടുക്കുന്നത് കൂടി പോകാൻ പാടില്ല, എനിക്കും അതിനകത്ത് വേണം. ഇപ്പോൾ NSSൻ്റെ കാര്യങ്ങളിൽ സുകുമാരൻ നായരേക്കാൾ സേയോടുകൂടി പറയുന്നത് ഗണേശനാണ്. ഗണേശന് അതിനകത്ത് ചില സ്വാധീനവും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടി കണ്ടുകൊണ്ട് കാലേ കൂട്ടിയുള്ള ഒരു കാടടച്ചുള്ള അടിയും അതിൻ്റെ പിന്നിൽ ഉണ്ടാവണം എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു കേട്ടുകേൾവിയാണ്, എത്രത്തോളം ശരിയുണ്ടെന്ന് എനിക്കറിയില്ല, ഞാനല്ല തീരുമാനിക്കേണ്ടതും. NSSനിൽ ഒരു തലമുറ മാറ്റം വരുമ്പോൾ, അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ജനറൽ സെക്രട്ടറി ആയിട്ട് ശ്രീ സുകുമാരൻ നായർ മാറിക്കഴിയുമ്പോൾ ആ സ്ഥാനത്തേക്ക് KB ഗണേഷ് കുമാറിന് ഒരു നോട്ടമുണ്ട് എന്നൊരു കേൾവിയുണ്ട്. അത് പണ്ടേ ഉണ്ടല്ലോ. ഉണ്ട്. അച്ഛന് നോട്ടം ഉണ്ടായിരുന്നു, അച്ഛന് ശേഷം മോന് നോട്ടമുണ്ട്. ശരി, അപ്പോൾ അത് അവിടെ നിൽക്കുകയാണ്. സുകുമാരൻ നായർ അത് അംഗീകരിക്കില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അംഗീകരിക്കില്ല, മോളെ അംഗീകരിക്കുള്ളൂ, അത് സംശയമില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഇനിയെങ്ങാനും KB ഗണേഷ് കുമാർ മന്ത്രിപ്പണിയൊക്കെ പോയി നാളെ വേറെ ജോലിയൊന്നും ഇല്ലാത്തൊരവസ്ഥ വന്നാൽ NSSൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ മകനായിരിക്കും ഇവിടുത്തെ അടുത്ത ജനറൽ സെക്രട്ടറി ആയിട്ട് വരിക. അപ്പോൾ എൻ്റെ മകനൊരു പോട്ടിയായിട്ട് നിൽക്കുന്നവനെ നേരത്തെ ഒരു അടിയങ്ങ് അടിച്ചു വെച്ച് പോകാമെന്ന് വിചാരിച്ചാൽ തെറ്റു പറയാൻ ആ ഒരു ഘടകവും വളരെ വലുതാണ്. കാരണം എന്നോളം
വാചകം അടിക്കാൻ എൻ്റെ മോനായിട്ടില്ല എന്ന് നടേശൻ മുതലാളിക്ക് നല്ലപോലെ അറിയാം. അദ്ദേഹം അത് കണക്കാക്കിയാണ് നിൽക്കുന്നത്. അപ്പം മോനെ വളർത്തിക്കൊണ്ട് വരേണ്ടത് ഏത് അച്ഛൻ്റെയും ഒരു ആവശ്യമാണ്. ഇന്നത്തെ ഇലക്ഷനിലായാലും സംഘടനാ രീതിയിലായാലും ഇന്ത്യയിൽ അതൊരു പാരമ്പര്യമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അത് അവിടെ നടപ്പിലാക്കി വരികയാണ് എന്നുള്ളത് സംശയമില്ല. അപ്പോൾ ഒരു മോനുള്ളൊരു ബദൽ അങ്ങനെ വരണ്ട, അല്ലെങ്കിൽ അതിനൊരു തട. മോനൊരു നാളെ പറയാൻ എൻ്റെ അച്ഛൻ തന്നെ കുറിച്ച് പറഞ്ഞത് അറിയാമല്ലോ, അതിനപ്പുറം താൻ വളർന്നിട്ടില്ല, എന്നെക്കൊണ്ട് ഇനി പറയിക്കണ്ട എന്ന് പറയാനും ഉള്ള ഒരു ശക്തി അവിടെ കൊടുക്കുന്നുണ്ട്. മനസ്സിലായി. പക്ഷേ ഇതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പല കേരള സമൂഹം ഇതിനു മുന്നേ പല പ്രാവശ്യം ചർച്ച ചെയ്ത കാര്യമാണ്, ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിലേക്കുള്ള കാര്യമൊക്കെയാണ്. എന്നിരുന്നാൽ പോലും ഇതിലൊരു പൊളിറ്റിക്കൽ മാനർ ഉള്ളതുകൊണ്ട് ചോദിക്കുകയാണ്, സരിതയെ വെച്ചിട്ടാണ് നീ മന്ത്രിയായത് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. ഹൈലി ഡിഫമേറ്റീവ് ആണ്. അതെന്താ അങ്ങനെ? ഇത്ര ഡിഫമേറ്ററി ആയിട്ടുള്ള ഒരു സ്പീച്ച് വെള്ളാപ്പള്ളി നടേശൻ പോലും ആർക്കെങ്കിലും എതിരെ നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. രണ്ട് പേരാണ് ഇതിൽ പ്രതികരിക്കേണ്ടത്. ഒന്ന് ശ്രീ ഗണേഷ് കുമാർ തന്നെ, കാരണം അദ്ദേഹത്തിനെതിരെയാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട്, തൻ്റെ മന്ത്രിസഭയിലെ ഒരു പ്രമുഖ പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി, പ്രമുഖ ഘടകകക്ഷിയുടെ നേതാവ് ഒരു പെണ്ണിനെ വെച്ചിട്ടാണ് മന്ത്രിസ്ഥാനം ഒപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ടതാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ സ്ഥലത്തില്ല എന്നും അദ്ദേഹത്തിന് ന്യായം പറയാം. ഞാൻ ബഹ്റിനിലാണ് സുഹൃത്തെ. ബഹ്റിനിൽ പ്രതികരിക്കാനുള്ള വേദിയില്ല. പക്ഷേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആവാം. അല്ല, അത് അങ്ങനെ ഇപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചോളം ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇടുന്നത് വളരെ ആലോചിച്ചാണ്. വർത്താനം പറയുന്നത് പോലും അദ്ദേഹം ഒരു വാചകം പറയുന്നെങ്കിൽ അതിലെ വാക്കുകൾ പോലും എണ്ണിപ്പറക്കുകയാണ് വെക്കുന്നത്. അപ്പം പിണറായി വിജയൻ അങ്ങനെ ഒരു അക്കിടിയൊന്നും പറ്റില്ല. അത് വെള്ളാപ്പള്ളി നടേശന് വേണ്ടിയിട്ടല്ല, ഇനി മറ്റ് മന്ത്രിസഭയിലെ രണ്ടാമന് പോലും വേണ്ടി ചെയ്യില്ല. ചെയ്യുന്നെങ്കിൽ സ്വന്തം മക്കൾക്ക് വേണ്ടി അദ്ദേഹം അങ്ങനെ വാവിട്ടെന്തെങ്കിലും പറയുള്ളൂ. ഗണേഷ് കുമാറിന് വ്യക്തിപരമായ അദ്ദേഹത്തിനെതിരെ നിരവധി ആക്ഷേപങ്ങളുണ്ടെങ്കിലും ആസ് എ മന്ത്രി, ഞാൻ പേഴ്സണലി നിയമസഭയ്ക്കകത്തുള്ള പ്രകടനമായാലും മണ്ഡലത്തിലെ MLA എന്നുള്ള നിലയ്ക്കൊക്കെ അദ്ദേഹം മികച്ചൊരു സാമാജികനായിട്ടാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. മറ്റ് പലർക്കും അങ്ങനെ ഒരു വിലയിരുത്തൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ കെ.ബി. ഗണേഷ് കുമാർ KSRTC നന്നാക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിനോട് ചില കാര്യങ്ങളിൽ വിയോജിപ്പുണ്ടെങ്കിലും നന്നാക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ഇദ്ദേഹം സമാന്തരമായ ഒരു KSRTC നടത്തിയിട്ട് KSRTC പൂട്ടിക്കാൻ നോക്കുന്നു, ഇവൻ എങ്ങനെ ഒരു നല്ല മന്ത്രിയാവും എന്നാണ് ചോദിക്കുന്നത്. താങ്കൾക്ക് അതെല്ലാം വളരെ വ്യക്തിപരമായ ഒരു ആരോപണമെന്ന് മാത്രമല്ല, അതൊരു ഹൈലി ഡിഫമേറ്റീവ് ആണ് ഇതൊക്കെ. അപ്പോൾ ഈ ഡിഫമേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ അടിച്ചിട്ടും അദ്ദേഹം മിണ്ടാതിരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം അദ്ദേഹത്തിന് പറ്റിയ ആയുധം സരിത തന്നെയാണ്. സരിത ഇപ്പോൾ അദ്ദേഹം പറയുന്ന പോലെ ഗണേശൻ്റെ കയ്യിൽ നിൽക്കുന്ന ആളാണെങ്കിൽ സരിത തന്നെയാണ് അദ്ദേഹത്തിന് പറ്റിയ ആയുധം. ഇപ്പം അത് പ്രയോഗിക്കോ ഇല്ലയോ എന്നുള്ളത് ഗണേശനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്, ഗണേശൻ്റെ പിന്നിൽ നിൽക്കുന്നവരെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. അതിലോട്ട് വരാം, അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് നമുക്ക് വരാം. അതിന് മുന്നേ അദ്ദേഹം പറഞ്ഞ കാര്യം നോക്കുകയാണെങ്കിൽ, ഇത് ശിവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നടേശൻ, അതായത് ഞാനാണ്. അതെ. ഗണേശൻ എന്ന് പറയുന്നത് ശിവന്റെ പുത്രനാണ്. ഇവൻ നടേശന്റെ പുത്രനല്ല, വേറെ തന്തയ്ക്കുണ്ടായതാണ് എന്ന് പോലും പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, A to Z അദ്ദേഹം വാവിട്ട ഒരു പ്രയോഗമാണ്. ഉരുപൊട്ടിയോ അതോ തലയ്ക്കകത്ത് വല്ലതും പൊട്ടിയോ എന്നത് സംശയമുണ്ട്. ആ വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പോയത്. ആ സ്റ്റേറ്റ്മെൻറ്റ് കാരണം അദ്ദേഹം മുസ്ലിം ലീഗിനെയൊക്കെ ചിലപ്പം വിമർശിക്കാറുണ്ട്, അന്തം വിട്ട് വിമർശിക്കാറുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇത്ര ശക്തമായിട്ട് വ്യക്തിഹത്യ അവിടെ വരാറില്ല. അതിനകത്ത് പലപ്പോഴും മതമാണ് വരാറ്. ഇദ്ദേഹം മതമൈത്രിക്ക് തടസ്സം വരുന്നത് പറഞ്ഞു, അല്ലെങ്കിൽ വർഗീയത പറഞ്ഞു എന്നൊക്കെ പറയാവുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ വരാറുണ്ട്. പക്ഷേ ഈ വ്യക്തിപരമായിട്ട് KM ഷാജിയെ പോലും വ്യക്തിപരമായിട്ട് അത്രയധികം അടിച്ചിട്ടില്ല. ഈ വിധത്തിൽ അടിച്ചിട്ടില്ല. അദ്ദേഹം അടിക്കുന്നെങ്കിൽ അത് വ്യക്തിപരമായിട്ടൊരു ചെറിയ താങ്ങ് കൊടുക്കുന്നതല്ലാതെ ഇത് മുച്ചൂടും മുടിക്കുക എന്ന് പറഞ്ഞ പോലത്തെ ഒരു അടിയാണ് കൊടുത്തിരിക്കുന്നത്. തന്തയെ പറഞ്ഞു, തന്തയ്ക്ക് ഉണ്ടായതല്ലെന്ന് പറഞ്ഞു. പിന്നെ ആ പാരമ്പര്യത്തെ മുഴുവൻ ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ, തകർക്കുന്ന വിധത്തിൽ ഒരു സംഭാഷണമാണ് നടത്തുന്നത്. മനസ്സിലായി. ഇതിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഒരു ഇടത് സഹയാത്രികനായിട്ട്, അല്ലെങ്കിൽ ഒരു CPM ബ്രാഞ്ച് സെക്രട്ടറി പോലെയാണ് പലപ്പോഴും അദ്ദേഹം സംസാരിച്ച് കണ്ടിട്ടുള്ളത്. അദ്ദേഹം CPMനെ എൻഡോസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് CPMൻ്റെ തുടർഭരണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്നൊക്കെ ആക്ഷേപങ്ങളുണ്ട്. ശരിയോ തെറ്റോ അവിടെ നിൽക്കട്ടെ. അങ്ങനെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ആ ഇടത് സർക്കാരിലെ ഒരു മന്ത്രിക്കെതിരെ പെണ്ണ് വിഷയത്തിൽ ഉൾപ്പെടെ അതിരൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ വീണ്ടും ഒരു ഷെയ്ഡി ക്യാരക്ടറായിട്ട് ഗണേശനെ പ്രതിഷ്ഠിക്കുകയാണ്. നമ്മൾ 2016 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇതേ രീതിയിൽ, അല്ലെങ്കിൽ അതിന് തൊട്ട് മുന്നേ KV ഗണേഷ് കുമാർ നേരിട്ട അതേ ആരോപണങ്ങളിലേക്ക് വീണ്ടും അദ്ദേഹത്തെ കൊണ്ടിടുമ്പോൾ, ഇനി അടുത്തത് സംസ്ഥാനത്ത് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. വീണ്ടും പിണറായി വിജയൻ സർക്കാരിലെ ഒരു മന്ത്രിയെ പെണ്ണ് കേസിൽ അല്ലെങ്കിൽ പെണ്ണ് പിടിയാനായി ചിത്രീകരിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി നേരിട്ട അതേ പ്രശ്നങ്ങൾ പിണറായിക്കും ഉണ്ടാക്കി കൊടുക്കാനായിട്ടാണ് അദ്ദേഹം ശ്രമിക്കുന്നത് എന്ന തരത്തിലൊരു റീഡിംഗ് ചിലർ നടത്തുന്നുണ്ട്. എങ്ങനെ കാണുന്നു? അല്ല, അത്തരത്തിൽ ഒരു റീഡിങ്ങിനുള്ള കെൽപ്പ് ഇപ്പോൾ
ശ്രീ നടേശനില്ല. ഒരു കാര്യം എന്തുകൊണ്ടും ഈ ഒരു കാര്യം സാർ, അതിൻ്റെ ഒരു സബ്സ്റ്റാൻറ്റിയേറ്റ് ചെയ്യാനായിട്ട് ഒരു കാര്യം ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ CPM-നെ എൻഡോഴ്സ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ CPM-ന്റെ തുടർഭരണം ഉറപ്പാക്കുക, അതിൻ്റെ കൂടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് BJPക്ക് ഇവിടെ കളമൊരുക്കാനുള്ള അല്ലെങ്കിൽ BJPയുടെ വിടുപണിയാണ് വെള്ളാപ്പള്ളി ചെയ്യുന്നത് എന്നും ചിലർ പറയുന്നുണ്ട്. അതിനോട് യോജിപ്പുണ്ടോ? അല്ല, അദ്ദേഹം എപ്പോഴും ഡബിൾ റോളാണ് കളിക്കുന്നത്. കാരണം കേന്ദ്രത്തിൽ വലത് കൈ കൊണ്ടാണ് പിടി, കേരളത്തിൽ ഇടത് കൈ കൊണ്ടാണ് പിടി. ആ പിടി അദ്ദേഹം മുറുക്ക പിടിച്ചിട്ടുണ്ട്. വലത് കൈയിൽ എന്തെങ്കിലും ചെറിയ ഒരു ചാഞ്ചല്യം വന്നാൽ ഇടതിൽ മുറുക പിടിക്കും. ഇടതിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം തോന്നിക്കഴിഞ്ഞാൽ വലതിൽ മുറുക പിടിക്കും. അങ്ങനെ മുകളിൽ ഒരു പിടി, താഴെ ഒരു പിടി, അല്ലെങ്കിൽ സൈഡിൽ ഒരു പിടി, ഇങ്ങനെയാണ് പോകുന്നത്. മോദിയുടെ അടുത്തോട്ട് അല്ലെങ്കിൽ അമിത്ഷായുടെ അടുത്തോട്ട് ഒരു പിടി, അല്ലെങ്കിൽ ഇവിടെ പിണറായി വിജയൻ്റെ അടുത്തോട്ട് വേറൊരു പിടി. ഈ പിടിയിലാണ് അദ്ദേഹത്തിൻ്റെ നിൽപ്പ്. എവിടെയെങ്കിലും ഒന്ന് വിട്ടാൽ മറ്റേതിൽ ബലം കൂട്ടും, ഇല്ലെങ്കിൽ ഇപ്പുറത്ത് കൂട്ടും. ഇവരെയൊക്കെ വിശ്വസിക്കുന്ന അണികളാണ് മണ്ടന്മാർ. അത് എല്ലാ കാലത്തും അങ്ങനെ ആയിരുന്നല്ലോ. ഈ പ്രസ്ഥാനങ്ങളിലൊക്കെ നിൽക്കുന്നവർക്ക് പലപ്പോഴും മണ്ടത്തരം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അവിടെ വിവിധ ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നത്. ഇദ്ദേഹത്തെ പോലൊരാളിനെ സുകുമാർ അഴീക്കോട് തന്നെ എത്ര ഭയങ്കരമായി വിമർശിച്ചിട്ടുണ്ടെന്നറിയാമോ? സുകുമാർ അഴീക്കോട് ഇങ്ങനെ ഇപ്പം പിന്നെ KB ഗണേഷ് കുമാർ പറഞ്ഞു, എൻ്റെ സംസ്കാരം അദ്ദേഹത്തിനോട് സംസാരിക്കാൻ യോജിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു പോയി. അതേസമയം സുകുമാർ അഴീക്കോട് അങ്ങനെയല്ല ചെയ്തത്. സുകുമാർ അഴീക്കോട് ഇദ്ദേഹത്തിന് വലിച്ചു കയറി ഒട്ടിച്ചു. പക്ഷെ ഇദ്ദേഹം അതുപോലെ തിരിച്ചാക്രമിച്ചു. ആക്രമത്തിൽ നിന്നൊന്നും മോശം വന്നില്ല. പരിക്കുകളോട് കൂടിയാണ് അദ്ദേഹം അവസാനം പിന്മാറിയത്. പിന്നെ ഇദ്ദേഹത്തിനെ അടിച്ച് നിറ പറ്റിച്ചെങ്കിൽ അവിടെ ഗുരുതരമായ പരിക്കുകളോട് കൂടിയാണ് സുകുമാർ അഴീക്കോട് പിന്മാറിയത്. ഇവിടെ ആ രീതിയിൽ മത്സരിക്കാൻ കഴിവുള്ള, വാക്കുകൾ ഏത് വിധേനയും ഉപയോഗിക്കാൻ കഴിവുള്ള, അതെല്ലാം ഉപയോഗിച്ചാൽ അത് ആർക്കും പിന്നീട് വേറെ ഒരു കുറ്റം പറയാൻ പറ്റാത്ത വിധത്തിൽ അത് ന്യായീകരിക്കാൻ കഴിയുന്ന വിധത്തിലൊക്കെ ചെയ്യാൻ വെള്ളാപ്പള്ളി നടേശൻ്റെ മെയ്വഴക്കം അതിഭയങ്കരമാണ്. വെള്ളാപ്പള്ളി പറഞ്ഞൊരു മറ്റൊരു കാര്യമുണ്ട്. ഈ സ്ത്രീ വിഷയം പറയുമ്പോൾ തന്നെയും സരിത എസ് നായരെ വെച്ചിട്ടാണ് ഇദ്ദേഹം അധികാരത്തിലേറി അല്ലെങ്കിൽ ഇദ്ദേഹം മന്ത്രിയായതെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം. ആ സരിത ഇന്ന് രക്തം ഛർദ്ദിച്ച് കിടക്കുകയാണ്. സരിതയ്ക്ക് ഇദ്ദേഹം ചെലവിന് കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. താങ്കൾ എങ്ങനെ? അതിൻ്റെ ധ്വനി അതല്ലേ? നീ നശിപ്പിച്ച ഒരു സ്ത്രീക്ക് കഷ്ടകാലം വന്നപ്പോൾ നീ സഹായിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇതിനെ കൊണ്ടുപോകുന്നത്. അപ്പം അത് വരികൾക്കിടയിൽ പോലും വായിക്കേണ്ട, അല്ലാതെ തന്നെ എക്സ്പ്ലിസിറ്റ് ആണ് അതിനകത്ത്. പക്ഷേ KB ഗണേഷ് കുമാറിനെ അടുത്തറിയാവുന്നവർ പറയുന്നത് അദ്ദേഹം ഒരു ആപൽ ബാന്ധവനാണ്, ആരെയും കൈവിടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെക്കുറിച്ച് പൊതുവെ കേൾക്കുന്നത്. സ്ത്രീ വിഷയത്തിലായാൽ പോലും അത് സിനിമാ നടി ശ്രീവിദ്യയുടെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. അവസാന നിമിഷം വരെയും സഹായവുമായിട്ട് നിൽക്കാനൊക്കെ അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. അതിന്റെ പിന്നിൽ ബെനിഫിറ്റ് ഉണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എന്നാൽ പോലും അവരുടെ ബന്ധുക്കൾ തന്നെ ആരോപിക്കുന്നു. പക്ഷെ അന്ത്യനിമിഷം വരെയും സഹായഹസ്തവുമായി നിൽക്കുന്നതിൽ ഗണേശൻ മടി കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ അവസാനമായിട്ട് വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് വരാം. ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ സംസ്കാരമാണ്. ശരിയാണ്, അതിനോട് ഞാൻ യോജിക്കുന്നു. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ സംസ്കാരമാണ്. പക്ഷേ ആ സംസ്കാരത്തിന് അർഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതേ നാണയത്തിൽ മറുപടി കൊടുക്കാൻ ഞാൻ ആളല്ല എന്ന് KB ഗണേഷ് കുമാർ പറയുന്നു. ഇതേ KB ഗണേഷ് കുമാറാണ് തൻ്റെ അച്ഛൻ്റെ അല്ലെങ്കിൽ അച്ഛനേക്കാൾ പ്രായമുള്ള ശ്രീ VS അച്യുതാനന്ദനെ കാമപ്രാന്തൻ എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിനൊരു അസുഖമുണ്ട്, അത് കാമപ്രാന്താണ് എന്ന് പറഞ്ഞ് പരസ്യമായിട്ട് പറഞ്ഞ ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള KB ഗണേഷ് കുമാറിന് വെള്ളാപ്പള്ളി കുറ്റം പറയാൻ എന്ത് യോഗ്യതയുണ്ട്? യോഗ്യത രണ്ടു കൂട്ടർക്കും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. നടേശനും ഗണേശനും എന്ന് പറഞ്ഞാൽ രണ്ട് ആനകൾ തന്നെയാണ്. അവർ മതയാനകളെ പോലെയാണ് ഇപ്പം ഏറ്റുമുട്ടുന്നത്. അതിനകത്ത് രാഷ്ട്രീയമുണ്ട്, പിന്നെ സാമുദായികമുണ്ട്, വ്യക്തിപരവുമുണ്ട്. എല്ലാം മൂന്നും കൂടെ കൂട്ടിക്കുഴച്ച ഒരു ചമ്മന്തിയാണ് നമുക്ക് മുമ്പിൽ ഇട്ടിരിക്കുന്നത്. കച്ചവടം ഉണ്ടോ ഇതിന്റെ പിന്നിൽ? കാരണം ഒരു ശരണ്യ മോട്ടോഴ്സിന്റെ ഒരു പറയുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് എനിക്ക് ഡെപ്തിലേക്ക് പോകാൻ അറിയില്ല. അതുകൊണ്ട് ഞാനത് ഏതായാലും ഇതിൽ കൃത്യമായി പ്രതികരിക്കേണ്ട മുഖ്യമന്ത്രി വിദേശത്താണ്. വന്നു കഴിഞ്ഞാലെങ്കിലും പ്രതികരിക്കും. ഇതിനകത്ത് രഹസ്യമായി രണ്ടുപേരെയും വിളിച്ചു നിർത്തി ഒരു സമാധാനം ഉണ്ടാക്കാനല്ലാതെ അദ്ദേഹം ഇത് പരസ്യമായി പ്രതികരിക്കില്ല. കാരണം ഇതിനകത്ത് ഇപ്പം എങ്ങനെയെങ്കിലുമൊക്കെ ഓരോന്നിനെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അദ്ദേഹം വരികയാണ്. NSSനെ SNDP എങ്ങനെയെങ്കിലും കൂട്ടുന്നു, സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളിയും അകൽച്ചയിൽ നിന്ന് അടുപ്പിച്ചില്ലെങ്കിലും അടുപ്പിക്കാതെങ്കിലും നിർത്താനായിട്ട് നോക്കുന്നു. ഈ ഒരു അടി സത്യം പറഞ്ഞാൽ ഇത് പിണറായി വിജയനും സഹിക്കാൻ പറ്റാത്തതാണ്. ഇലക്ഷൻ വരെയാണ്. എനിക്ക് തോന്നുന്നു ഈ KB ഗണേഷ് കുമാറും അധികം സംസാരിക്കാത്തത് ഉടനെ ഇലക്ഷൻ വരെയാണ്. 6 മാസത്തിനൊക്കെ ഇലക്ഷൻ വരെയാണ്. അപ്പോൾ ഇതൊരു വിവാദമായാലും തൊടുത്താൽ പിന്നെ
അസ്ത്രങ്ങൾ തൊടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തിന് ആ ഒരു അദ്ദേഹം ഒരു വാക്ചാതുരിയിൽ അഗ്രഗണ്യനാണ്. ഈ EMSന്റെ കാര്യം പറയുമല്ലോ, നമ്മൾ ഈ വിക്കാണ് അദ്ദേഹത്തിന്റെ ഒരു ശക്തി എന്ന് പറയും. ചിലത് എംഫസൈസ് ചെയ്യാൻ വിക്കാണ്. ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, ആ ഴായാണ് പലപ്പോൾ ഒരുത്തനെ ഇട്ട് ഷായാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അത് ആ ഒരു വാക്ചാതുരി, ആ സംസാര ശൈലിയിലൂടെ അദ്ദേഹം ജനങ്ങളുടെ മനസ്സിൽ അടിച്ചേൽപ്പിക്കും. അതൊരു അദ്ദേഹത്തിൻ്റെ ഒരു അപാര ശക്തിയാണ്. മനസ്സിലായി. 2001 മുതൽ പത്തനാപുരം മണ്ഡലത്തെ കണ്ടിന്യൂസ് ആയിട്ട് 5-6 ടൈമായിട്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീ KV ഗണേഷ്കുമാർ. പല മുന്നണികളിൽ മാറി മാറി ഇതുവരെയും പരാജയം അറിഞ്ഞിട്ടില്ല. വെള്ളാപ്പള്ളി തീരുമാനിച്ചു ഗണേശ് ഇനി ജയിക്കേണ്ട, അങ്ങനെ ഒരു കാര്യം കേൾക്കുന്നു, ശരിയാണോ? അങ്ങനെ തീരുമാനിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് നമ്മൾ സുധീരന്റെ കാര്യത്തിൽ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് പത്തനാപുരത്തിൽ നിന്നല്ല, എവിടെയും അങ്ങനെ ഒരു ഇപ്പം NSS വിചാരിച്ചാലും SNDP വിചാരിച്ചാലും കുറച്ച് വോട്ടുകൾ മാറ്റാം, അവരുടെ ഭാരവാഹികളും അതിൻ്റെ ബന്ധപ്പെട്ടവർ കുറച്ച് വോട്ടുകൾ മാറ്റാം എന്നല്ലാതെ വലിയൊരു മാറ്റമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ ഒരു ഓളം സൃഷ്ടിക്കാം, അതായത് SNDPയും വെള്ളാപ്പള്ളിയും ഇദ്ദേഹത്തിന് എതിരാണ് എന്നൊരു ഓളം പുകമറ സൃഷ്ടിച്ചുകൊണ്ട് അതിനെ കവർ ചെയ്യാൻ വേറെ ചില സാധനങ്ങളുമായിട്ട് ഗണേശന് യുദ്ധക്കളത്തിൽ പോർക്കളത്തിൽ തിരഞ്ഞെടുപ്പ് ഗോതയിൽ വരേണ്ട ചില സന്ദർഭങ്ങൾ വന്നിരിക്കും. 2026 നായന്മാർ ചിന്തിക്കുന്നിടത്തേക്ക് ഈഴവന്മാർ ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ ഈഴവന്മാർ നായന്മാർ അകന്നു നിൽക്കട്ടെ, അതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ബെനിഫിറ്റ് കിട്ടണം എന്ന താല്പര്യമാണ് ഇതിൻ്റെ പിന്നിൽ എന്നും പറയുന്നു, ശരിയാണ്? അത്തരം പിക്ചറുകൾ വരയ്ക്കുന്നതിൽ ഒട്ടും മോശമല്ല അദ്ദേഹം. കാരണം ഈ സംഘടന അങ്ങനെയാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാമല്ലോ, ചത്ത സംഘടനയായിരുന്നു അദ്ദേഹത്തിൻ്റെ കിട്ടിയത്. SNDP എന്ന് പറയുമ്പോൾ ചത്ത മരവിച്ച ഒരു സംഘടനയായിരുന്നു. പിന്നെ ഒരു ഫാമിലി പ്രൈവറ്റ് പ്രോപ്പർട്ടി ആക്കി മാറ്റി. അത് അദ്ദേഹം പേഴ്സണൽ പ്രോപ്പർട്ടി ആക്കി, പിന്നെ ഫാമിലി പ്രോപ്പർട്ടി ആക്കി. ഇനി അത് വരും കാലങ്ങളിലെല്ലാം അതിങ്ങനെ ഒരു പരമ്പരാഗത ശൈലിയിൽ പോകത്തക്ക വിധത്തിൽ ഒരു നെറ്റ്വർക്ക് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. അതിന് സംഘടനയ്ക്കും സാമ്പത്തികം ഉണ്ടാക്കി, അതിനേക്കാൾ ഉപരി വ്യക്തിപരമായിട്ടും അദ്ദേഹത്തിന് സാമ്പത്തിക മേന്മ ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് പലരും ആരോപിച്ച് കേട്ടിട്ടുള്ളത്. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു താൽക്കാലിക വെടിനിർത്തൽ എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ വരും ദിവസങ്ങളിൽ ഇനിയും ഉണ്ടാവും അല്ലേ? ഇത് പിണറായി വിജയൻ ഇടപെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും താൽക്കാലിക വെടിനിർത്തൽ നിൽക്കില്ല. ഇതൊരു ഹമാസ് ഇസ്രായേൽ പോരാട്ടമായിട്ട് നീണ്ടു നിൽക്കും. അവിടെ ഒരു ട്രംപായിട്ട് നമ്മുടെ പിണറായി വിജയൻ വന്ന് നിൽക്കേണ്ടി വരും. അതിൽ തന്നെ നിൽക്കുമെന്നും കണ്ടറിയണം. അത്രയ്ക്ക് വലിയൊരു പോരാണ്. നമുക്ക് നോക്കാം, വരും ദിവസങ്ങളിൽ നോക്കാം. തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.